ഇന്ന് പകൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതല്ല, യേശു ഒരുവന്റെ ഉള്ളിൽ വന്നാൽ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ആരാ കൂടെ ഉള്ളത്? യേശു. യേശു ആരാണ്? അനുഗ്രഹത്തിന്റെ ഉറവയാണ്. ഇനി അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. യേശു കൂടെ ഉണ്ടെങ്കിൽ ഇനി ഒരാളും പറയണ്ട അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നല്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് നിങ്ങൾക്ക് എന്തോ ഉണ്ട്? ഒരനുഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ ധൈര്യമായിട്ട് രണ്ടുപേർക്ക് കൈ കൊടുത്തിട്ട് പറ, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. നാം ആരാണ്? അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാളെ അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തത്തമ്മ ചീട്ടെടുത്ത് പറയുന്ന പരിപാടിയല്ല ഇത്. കർത്താവ് കൂടെയുള്ളത് കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നാം മാനിക്കപ്പെട്ടവരാണ്. നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രവാചകനും ഒരു വെളിപ്പാട് പറയുന്നവരും ഒരാലോചന പറയുന്നവരും നമ്മെ നോക്കി ആലോചന പറഞ്ഞില്ലെങ്കിലും ഇന്ന് പകൽ വിശ്വസിക്കണം, യേശു കർത്താവിനെ വിശ്വസിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ നിശ്ചയമായ ഒരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ചില ക്ലേശങ്ങളോ പ്രതികൂലങ്ങളോ വെല്ലുവിളികളോ ഞെരുക്കങ്ങളോ ഒന്നും വരുമ്പോൾ നിരാശപ്പെടരുത്. അതെന്റെ തകർച്ചയാണ്, അതെന്റെ അവസാനമാണ്, അതെന്റെ അന്ത്യമാണെന്നും ചിന്തിക്കരുത്. ദൈവത്തിലെ അവിടെ വെച്ച് ആർക്കും തരാൻ കഴിയാത്ത ഒരു പുതിയ അനുഗ്രഹിക്കപ്പെട്ട തുടക്കം ദൈവത്തിന് തരാൻ കഴിയും. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. കരങ്ങൾ അടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് Praise the Lord. Hallelujah. Praise the Lord. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, വിശ്വാസത്തിന് ശക്തിയുണ്ട്, പ്രത്യാശയ്ക്ക് ശക്തിയുണ്ട്, നമ്മുടെ തീരുമാനങ്ങൾക്ക് ശക്തിയുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുക, യേശു എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ എന്നെങ്കിലും അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, ഞാൻ അനുഗ്രഹത്തിനകത്താണ്. ഹല്ലേലൂയ. ഞാൻ എന്തിനകത്താണ്? അനുഗ്രഹത്തിനകത്താണ്. ഇനി 24-ന്റെ അവസാനം അനുഗ്രഹം വരുമെന്നല്ല, 25-ന്റെ ആരംഭത്തിൽ വരുമെന്നല്ല. ഞാൻ യേശുവിൽ എന്നായി തീർന്നു അന്നു മുതൽ ഞാൻ അനുഗ്രഹത്തിനകത്താണ്. അനുഗ്രഹം എൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചില പരിമിതികളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും കണ്ടിട്ട് നമ്മൾ നിരാശപ്പെടരുത് കേട്ടോ. നമ്മൾ തകർച്ചയിലേക്ക് പോകുകയാണ്, പരാജയത്തിലേക്ക് പോകുകയാണെന്നൊന്നും ചിന്തിക്കരുത്. നിശ്ചയമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു മോളെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആ കുഞ്ഞിന്റെ വിവാഹത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി പങ്കെടുക്കുവാൻ ദൈവമിടയാക്കി. സ്തോത്രം. അവര് അധികം പേര് കുടുംബത്തിൽ വിശ്വാസത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വിവാഹ ശുശ്രൂഷയിൽ ദൈവദാസന്മാരുടെയും വേണ്ടപ്പെട്ടവരുടെയും പ്രസൻസ് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ കല്യാണത്തിൽ ചങ്ങനാശ്ശേരിയിൽ പോയി പങ്കെടുത്തു. ആ കുടുംബം, അവരുടെ ബന്ധുക്കാർ വന്നിരിക്കുന്ന കൂട്ടത്തിൽ താനും തൻ്റെ അപ്പനും അമ്മയും തനിക്ക് കൂട്ടിനായി കൊടുത്ത ഒരു അനുജത്തിയും, അച്ഛൻ്റെ ആണോ അമ്മമ്മയുടെ ആണോ എന്നറിയത്തില്ല, ഒരു മാതാവുമല്ലാതെ ആ 3-4 ലെയറിൻ്റെ കസേരയ്ക്കകത്ത് വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അവിടെ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഒരു രാജകീയമായൊരു കല്യാണ ശുശ്രൂഷ അവിടെ നടക്കാനിടയായി. കോട്ടയത്ത്, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ ഒരു കോട്ടയത്തും പത്തനംതിട്ടയിൽ ഏറ്റവും വലിയ ഒരു ഹോട്ടലിൻ്റെ, ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ കൺവെൻഷൻ സെൻറ്ററിനകത്ത് എല്ലാ ദൈവദാസന്മാരുടെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു വിവാഹ ശുശ്രൂഷ നടന്നു. ഞാൻ പറഞ്ഞതുപോലെ മക്കളെ, നിങ്ങളോട് എനിക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ പറയാനുള്ള ഒറ്റ കാര്യം, ഈ പുസ്തകത്തെ നീ ആലിംഗനം ചെയ്താൽ, ഈ പുസ്തകത്തെ നീ മാറോട് ചേർത്ത് പിടിച്ചാൽ, ആരെല്ലാം തള്ളിക്കളഞ്ഞാലോ, ആരെല്ലാം നിന്റെ കൂടെ കസേര കാലിയാക്കി ഇട്ടിട്ട് നോക്കി നിൽക്കാൻ തയ്യാറായാലോ, സ്വർഗം രാജാതി രാജാവായി അതിനകത്ത് ഇറങ്ങി വരും.